എല്ലാ വർഷവും SSLC പബ്ലിക് പരീക്ഷ ചോദിക്കുന്ന ഒരു തരം ചോദ്യമാണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രവർത്തന തത്വം എന്താണ്. അപ്പോൾ ഇതുപോലത്തെ ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രവർത്തന തത്വം എന്തായാലും പരീക്ഷയിൽ ഒരു 2 മാർക്കിലോ 1 മാർക്കിലോ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. പലരും അത് തെറ്റിക്കാറുണ്ട്. അപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളുടെയും നമുക്ക് 7 ചാപ്റ്റേഴ്സിന് പഠിക്കാനുള്ള എല്ലാ ഡിവൈസസിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ അഥവാ പ്രവർത്തന തത്വം പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ഓൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒരൊറ്റ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, വെറുതെ വീഡിയോ കാണാൻ അത്രേ ഉള്ളൂ. ഓക്കെ, പിടിച്ചോളൂ മക്കളെ. ഹീറ്റിംഗ് കോയിൽ അഥവാ നിക്രോം, ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ പൊതുവെ നിക്രോം ഉപയോഗിക്കും. നിക്രോമിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ത് പ്രവർത്തന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഒന്നുമില്ല. നിക്രോമിന് എന്താണ്, ഇലക്ട്രിക്കൽ എനർജി കിട്ടുമ്പോൾ അവനത് ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. സോ അതെന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ? ഒന്നുമില്ല, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് എഴുതി വെക്കാം. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് എഴുതി വെക്കാം. ഓക്കെ, വൈദ്യുതിയുടെ താപന ഫലം അല്ലെ വൈദ്യുതിയുടെ താപഫലം. ക്ലിയർ ആണല്ലോ? വൈദ്യുതിയുടെ താപഫലം. സേഫ്റ്റി ഫ്യൂസ് എങ്ങനെ വർക്ക് ചെയ്യാം? സേഫ്റ്റി ഫ്യൂസ് എന്താ ആലോചിച്ച് നോക്കും മക്കളെ. സേഫ്റ്റി ഫ്യൂസിൽ കറണ്ട് വരുന്നു, ഭയങ്കര ഹൈ കറണ്ട് ആണെങ്കിൽ ഭയങ്കര ഹൈ കറണ്ട് വരും, ഭയങ്കര ചൂടാവും, എന്നിട്ട് അവൻ മെൽറ്റ് ചെയ്ത് പോകും. അപ്പോൾ വീണ്ടും അവൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വരുമ്പോൾ അവൻ ചൂടാവും. ഓവർ ഇലക്ട്രിക് കറണ്ടാണ് ഭയങ്കര ചൂടാവുന്നില്ലോ, മെൽറ്റ് ചെയ്തു. അപ്പോൾ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് വെച്ചാൽ നിക്രോം ആണെങ്കിലും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ്. MCBന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഈ MCB എന്താ ചെയ്യുക? ബേസിക്കലി സേഫ്റ്റി ഫ്യൂസ് പോലെ തന്നെ ഭയങ്കര ഹൈ കറണ്ട്, ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടിങ്ങോ മൂലം നമ്മുടെ വീട്ടിൽ വലിയ ഹൈ കറണ്ട് വരുമ്പോൾ വീണ്ടും എന്താണ്, അവൻ ട്രിപ്പ് ആവും. ഓക്കെ, അവൻ ഓഫ് ആവും ബേസിക്കലി. അതെന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്? വീണ്ടും സെയിം ആണ്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, പക്ഷെ ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, ഇത് പരീക്ഷ ചോദിക്കുന്ന ചോദ്യമാണ്. ഹീറ്റിംഗ് എഫക്റ്റ് മാത്രമല്ല, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും MCB ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ സേഫ്റ്റി ഫ്യൂസും MCB തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ മെയിൻ വ്യത്യാസം എന്താണ്? രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ്, പക്ഷേ ഹീറ്റിംഗ് എഫക്റ്റ് മാത്രമേ ആരും ഉപയോഗിക്കുള്ളൂ, സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നുള്ളൂ. MCB ഹീറ്റിംഗ് എഫക്റ്റും മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ടോ. അപ്പം വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചിട്ടാണ് MCB വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്. ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രിക് മോട്ടർ എന്താ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കടോ. ഒരു ആർമേച്ചർ വെച്ചിട്ടുണ്ട്. ആർമേച്ചറിനുള്ളിൽ കൂടി നമ്മൾ ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്, കാന്തിക മണ്ഡലത്തിലാണ് വെച്ചിരിക്കുന്നത്. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ കറണ്ട് കൊടുക്കുമല്ലോ മോട്ടറിൽ, അപ്പോൾ അത് കടന്ന് കറങ്ങുന്നു. അപ്പം ഒരു സാധനം, ഒരു ചാലകത്തിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ആ ചാലകം നമ്മുടെ കാന്തിക മണ്ഡലത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെച്ചാൽ അവൻ്റെ മുകളിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ, കടന്ന് കറങ്ങുന്നത്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം. ഓക്കെ, മോട്ടോർ പ്രിൻസിപ്പിൾ അറിയില്ലെങ്കിൽ ലൈവ് ക്ലാസ്സിൽ കയറി വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ടതുള്ളൂ. 2ാമത്തെ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് ആണെന്ന് 2ാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മുടെ കിടപ്പുണ്ട്, ജസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്ത് പോയി കാണാം. ഓക്കെ, ഒന്നുമില്ല, എത്രയേ ഉള്ളൂ. ഒരു കറണ്ട് ക്യാരിങ് വയർ, കറണ്ടുള്ള ഒരു വയർ നിങ്ങളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെച്ചാൽ അതിന് മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും. അതിനെ മോട്ടർ സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു കറണ്ട് ക്യാരിങ് ആർമേച്ചർ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അപ്പോൾ അവന് ഫോഴ്സ് എക്സ്പീരിയൻസ് നമുക്ക് കിടന്ന് കറങ്ങും. മോട്ടോർ പ്രിൻസിപ്പിളാണ് ഇലക്ട്രിക് മോട്ടർ. അത് പേരിൽ തന്നെ ഉണ്ട്, മോട്ടോർ പ്രിൻസിപ്പിൾ പേരിൽ തന്നെ ഉണ്ട്. ലൗഡ് സ്പീക്കർ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, ശരിക്കും ചൂല് ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ? എന്താണ് ഈ ലൗഡ് സ്പീക്കർ എന്താ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിയേ. ലൗഡ് സ്പീക്കർ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും അല്ലെ, സൗണ്ട് ഉണ്ടാക്കാൻ കിടന്ന് ഡ്രന്ന് വൈബ്രേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഫോഴ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഫോഴ്സ് ഉണ്ടാവുന്ന പ്രിൻസിപ്പിൾ ആരാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ. അത്രേ ഉള്ളൂ. മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ കറണ്ട് ക്യാരിങ് വയർ കെപ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ഫോഴ്സ് അല്ലേ? ഒരു ഫോഴ്സ് അഥവാ ബലം ഉണ്ടാവണമെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആയിരിക്കും. ഇപ്പോൾ ലൗഡ് സ്പീക്കർ മോട്ടോർ പ്രിൻസിപ്പിളാണ്. അത്ര ആലോചിച്ചാൽ വെച്ചാൽ. ഓക്കെ, നെക്സ്റ്റ് മൈക്രോഫോൺ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. ചലിക്കും ചുരുൾ മൈക്രോഫോൺ ആണ് എന്തായിരിക്കും സംഭവിക്കുന്നത്? ആലോചിച്ച് നോക്കിയാൽ മൈക്രോഫോൺ എന്താ ചെയ്യുന്നത്? മൈക്രോഫോൺ സൗണ്ട് കളക്ട് ചെയ്തിട്ട് സൗണ്ടിനെ സ്വീകരിച്ച് അവൻ എന്താക്കി മാറ്റാണ്? ഈ വയറിലേക്ക് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാണ്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാത്ത ഏത് ഡിവൈസും എന്താ അവൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നറിയോ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിരിക്കും. വൈദ്യുത കാന്തിക പ്രേരണം, EMI, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിരിക്കും അവൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇത്ര ആലോചിച്ചാൽ മതി. മൈക്രോഫോൺ എന്താ ചെയ്യുന്നത്? മൈക്രോഫോൺ സൗണ്ട് ഉണ്ടാക്കുമോ? ഇല്ല. മൈക്രോഫോൺ സൗണ്ടിനെ സ്വീകരിച്ച് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാണ്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന എന്ത് സാധനം നിങ്ങളുടെ പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിരിക്കും വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം മൈക്രോഫോണിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, മറ്റവൻ്റെ മോട്ടോർ പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എഴുതാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ കറക്റ്റ് ആൻസർ എന്താണ്? നിങ്ങളുടെ പരീക്ഷയിൽ ഫുൾ മാർക്കിനെ ഉറപ്പിക്കണമെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. മലയാളത്തിലും അത് തന്നെ. ഇൻഡക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇൻഡക്ടർ എന്ന് പറഞ്ഞ സാധനം, അതായത് ബേസിക്കലി നല്ല കട്ടിയുള്ള ഒരു സോളിനോടാണ് ഇൻഡക്ടർ, സോളിനോഡ്. അവൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ. എന്തിനാണ് സാർ ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്? റെസിസ്റ്റൻസ് പോലെ തന്നെ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡക്ടർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇൻഡക്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പരീക്ഷയിൽ ചോദിക്കും. റെസിസ്റ്ററിന് അല്ലെ പ്രതിരോധങ്ങൾക്കുള്ള ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഇൻഡക്ടറിനുണ്ട്, അതെന്തായാലും ചോദിക്കും പരീക്ഷയിൽ. അപ്പോൾ പറഞ്ഞു കൊടുക്കണം,
റെസിസ്റ്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ ഹീറ്റായിട്ട് താപോർജ്ജത്തിൻ്റെ രൂപത്തിൽ ഹീറ്റായിട്ട് നഷ്ടപ്പെടും. ഓക്കെ, താപോർജ്ജമായി നഷ്ടപ്പെടും, ഹീറ്റ് അല്ലെ എനർജി നഷ്ടപ്പെടും, ഊർജ്ജ നഷ്ടം ഉണ്ടാവും. പക്ഷേ ഇൻഡക്ടറിൽ അത് ഉണ്ടാവില്ല. ഓക്കെ, ഇൻഡക്ടറിൻ്റെ പ്രതിരോധം വളരെ കുറവാണ്, റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് താപോർജ്ജം വഴി കുറേ ഹീറ്റ് നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡക്ടറിനെ തന്നെ ഉപയോഗിക്കുന്നത്. എല്ലാ സർക്യൂട്ടിലും ഉപയോഗിക്കാൻ പറ്റില്ല, ചില സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് എന്തിന്, കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ ഇൻഡക്ടറിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് എവിടെ വർക്ക് ചെയ്യുള്ളൂ, AC സർക്യൂട്ടിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ DC ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡക്ടർ വർക്ക് ചെയ്യില്ല, ഒരു കാര്യം ഉണ്ടാവില്ല, കറണ്ട് കുറയ്ക്കാൻ പറ്റില്ല. AC ഉണ്ടെങ്കിൽ ഈ സെൽഫ് ഇൻഡക്ഷൻ ഒക്കെ നടന്ന് ഈ ഇൻഡക്ടർ വർക്കില്ല. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ സെൽഫ് ഇൻഡക്ഷൻ ആണ്. AC ജനറേറ്ററിന് DC ജനറേറ്ററിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. AC ജനറേറ്റർ എന്താ ചെയ്യുക, ജനറേറ്റർ എന്താ ജനറേറ്റ് ചെയ്യുക, കറണ്ടിൽ ജനറേറ്റ് ചെയ്യുക. കറണ്ട് ജനറേറ്റ് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തി വരണം. അത് DC ജനറേറ്റർ ആണെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, EMI തന്നെ ആയിരിക്കും വരാം. AC ജനറേറ്ററിനും DC ജനറേറ്ററിൻ്റെ വ്യത്യാസം എന്താണ്, ഒന്നുമില്ല. AC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് പുറത്ത് വരാൻ പോകുന്ന കറണ്ട് എന്തായിരിക്കും, AC ആയിരിക്കും, ഇതുപോലെ ഉണ്ടാവും കാണാൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. DC ജനറേറ്ററിന് പുറത്ത് വരാൻ പോകുന്ന കറണ്ട് ഇങ്ങനെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഇങ്ങനെ തവള ചാടുന്ന പോലെ ചാടി ചാടി പോകും, പക്ഷേ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് 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 പോസിറ്റീവ്. ACൻ്റെ പ്രശ്നം പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, മാത്രമല്ല സ്ട്രക്ചറലായിട്ടുള്ള വ്യത്യാസം എന്താണ്, AC ജനറേറ്ററിന് സ്ലിപ്പ് റിങ്സ് ആണ് ഉപയോഗിക്കുക. എന്ത് റിങ്സ് ആണ് മക്കളെ, സ്ലിപ്പ് റിങ്സ് ആണ്. എന്നാൽ DC ജനറേറ്ററിന് സ്പ്ലിറ്റ് റിങ്സ് ആണ്. അപ്പോൾ പരീക്ഷയിൽ വേണം ചോദിക്കാം, എങ്ങനെയാണ് നമുക്കൊരു AC ജനറേറ്ററിനെ DC ജനറേറ്റർ ആക്കി മാറ്റുക. ഒന്നുമില്ല, AC ജനറേറ്ററിനെ സ്ലിപ്പ് റിങ്സ് പിടിക്കുക, തോട്ടെടുത്ത് കളയാം, എന്നിട്ട് റിപ്ലേസ് ദ സ്ലിപ്പ് റിങ്സ് ഓഫ് AC ജനറേറ്റർ വിത്ത് സ്പ്ലിറ്റ് റിങ്സ്. അപ്പോൾ DC ജനറേറ്റർ മാറും. ഇനി പരീക്ഷയിൽ ചോദിക്കാം, AC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് ഇതാണ്, DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് എന്താണ്, ഇത് വരച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ വരാൻ പോകുന്നത്. ഇത്രയും വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. മലയാളത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത്രയും പഠിച്ചു ചോദിച്ചാൽ പരീക്ഷയിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രവർത്തന തത്വത്തിൽ ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം, വാട്സപ്പിലൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇത് കാണാൻ പറയണം. കാരണം അവർക്ക് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഓരോ ചാപ്റ്ററിനെയും ഇങ്ങനെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓരോന്നായിട്ട് പഠിക്കുന്നതിനങ്ങൾ നല്ല ഒറ്റയടിക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി തീരും. ഓക്കെ, പ്രത്യേകിച്ച് പരീക്ഷാ സമയത്ത്. ഓക്കെ, തീർച്ചയായും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ ബാച്ചിനെ പറ്റി വിവരം അറിയുകയാണെങ്കിൽ തീർച്ചയായും താഴെ കൊടുത്തിട്ട് നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. ഓൾസോ ലൈക്കും ഒരു കമൻറ്റും കൂടി അങ്ങോട്ട് ഇട്ടേക്കുക. അടിച്ചു പൊളിച്ച് പരീക്ഷ എഴുതി ഫുൾ മാർക്ക് വാങ്ങിച്ച് തിരിച്ചു വരണം. ബൈ ബൈ.